നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി UDF-ൽ പ്രശ്നമായിരുന്നു. മുസ്ലിം ലീഗ് 3-ാം സീറ്റിന് വേണ്ടി വാശി പിടിക്കുകയായിരുന്നു. രാജ്യസഭാ സീറ്റ് ഉറപ്പിച്ചതിന് ശേഷം ഇപ്പോൾ മുസ്ലിം ലീഗ് വഴങ്ങിയിരിക്കുകയാണ്. 2 സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കും. ആ 2 സീറ്റും പക്ഷേ സ്ഥാനാർത്ഥികൾ മാറി മത്സരിക്കട്ടെ എന്നാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഇനി കോൺഗ്രസ് എന്ത് തീരുമാനം സ്വന്തം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ എടുക്കും എന്നുള്ളതാണ് UDF-ൽ ബാക്കിയുള്ളത്. പക്ഷേ BJP-യിൽ ഇതുവരെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. അവിടെയും സസ്പെൻസ് നിലനിൽക്കുന്നത് തിരുവനന്തപുരത്തെക്കുറിച്ചാണ്. ശോഭന തിരുവനന്തപുരത്തേക്ക് വരില്ല എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നു ശോഭനയോട് മത്സരിക്കാൻ. കേന്ദ്ര നേതൃത്വം ശോഭനയുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അവിടെ തരൂരുമായുള്ള സൗഹൃദമാണ് തടസ്സമായി നിൽക്കുന്നത്. അതിനാൽ തന്നെ ശോഭനയ്ക്ക് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ താല്പര്യമില്ല. നടൻ ദിലീപിന് ആശ്വാസമായിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഇന്നത്തെ ഉത്തരവ്. ദിലീപിന്റെ ജാമ്യം റദ്ദാകില്ല. ഒട്ടേറെ വാർത്തകൾ ഇന്നുണ്ട്. ആദ്യം പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. സ്ഥാനാർത്ഥികളെ മണ്ഡലം മാറ്റി മത്സരിപ്പിച്ച് മുസ്ലിം ലീഗ്. സമദാനി പൊന്നാനിയിലും ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തും. മണ്ഡലം മാറുന്നതിന് കാരണമായി ഒഴുക്കൻ മറുപടി. രാജ്യസഭാ സീറ്റ് ഉറപ്പിച്ച് ലീഗ്. CPM-ന്റെ കരുത്തരെ നേരിടാൻ ജയസാധ്യത പരിഗണിക്കാൻ കോൺഗ്രസ്. സ്ക്രീനിംഗ് കമ്മിറ്റി നാളെ. ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് 3-ാം തീയതി നേതാക്കൾ ഡൽഹിയിലേക്ക്. സുധാകരനെ മാറ്റാനാണ് കണ്ണൂരിൽ മത്സരിപ്പിക്കുന്നതെന്ന പ്രചാരണം തള്ളി VD സതീശൻ. APCC പ്രസിഡന്റ് മത്സരിക്കണമോ വേണ്ടയോ എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള പ്രയാസമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനവും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ആ ജോലി തിരക്കാണ് അദ്ദേഹം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് പാർട്ടി അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടും തിരുവനന്തപുരത്ത് ശോഭന ഇറങ്ങില്ല. മത്സരം ഒഴിവാക്കുന്നത് തരൂരുമായുള്ള സൗഹൃദം നിലനിർത്താനെന്ന സൂചന. ഘടകകക്ഷികളുമായി BJP-യുടെ യോഗം തുടങ്ങി. തങ്കമണി റിലീസ് ചെയ്യാനിരിക്കെ ദിലീപിന് ആശ്വാസമായി ഹൈക്കോടതിയുടെ ഉത്തരവ്. സാക്ഷികളെ സ്വാധീനിച്ചതിന് ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ആവശ്യം തള്ളി. വിചാരണ കോടതിയുടെ പരാമർശം കേസിനെ ബാധിക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം പ്രോസിക്യൂഷൻ അനുകൂലം. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാരിന്റെ ഭാവി തുലാസിൽ. കോൺഗ്രസ് MLA-മാർ കൂറുമാറിയതിനാൽ വിശ്വാസ വോട്ടെടുപ്പ് വേണമെന്ന് BJP. വൻ തിരിച്ചടിയായി മന്ത്രി വിക്രമാദിത്യ സിംഗിന്റെ രാജി. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണക്കാരായ SFI-ക്കാരെ തൊടാതെ പോലീസ്. സിദ്ധാർത്ഥിനെ കൊന്നതാണെന്ന് ബന്ധുക്കൾ. റാഗിങ്ങും ആൾക്കൂട്ട വിചാരണയും നടന്നു. CPM-നെ കണ്ടാണ് SFI പഠിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ തന്നെ മുസ്ലിം ലീഗ് മത്സരിക്കും. രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 സീറ്റും പരസ്പരം മാറി മത്സരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്ത് മത്സരിക്കുമ്പോൾ മലപ്പുറത്തുള്ള അബ്ദുസമദ് സമദാനി പൊന്നാനിയിൽ മത്സരിക്കും. പക്ഷേ എന്തിനാണ് ഇങ്ങനെ സ്ഥാനാർത്ഥികൾ 2 MP-മാരും മണ്ഡലം മാറി മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി മുസ്ലിം ലീഗ് നൽകിയിട്ടില്ല. 3 സീറ്റില്ല, 2 സീറ്റ് മാത്രമാണ് ലീഗിനുള്ളത്. MP-മാർ മണ്ഡലം മാറി മത്സരിക്കും. സമദാനി വരുന്നത് മലപ്പുറത്ത് നിന്ന് പൊന്നാനിയിലേക്ക്, പൊന്നാനിയിൽ നിന്ന് ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് വരുന്നു. ഇവിടെ ET മുഹമ്മദ് ബഷീറിന് പൊന്നാനിയിൽ ജയസാധ്യത കുറയുന്നതാണോ കാരണം എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകുന്നില്ല ലീഗ്. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുസ്ലിം ലീഗിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി UDF-ലുണ്ടായിരുന്ന ആ പ്രതിസന്ധിയാണ് ഇന്ന് ലീഗ് നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിലൂടെ അവസാനിച്ചത്. ആദ്യം പ്രതികരണങ്ങളിലേക്ക്. ഇത്തവണ മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് 3 സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് നിർത്തുന്നത്. കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ET മുഹമ്മദ് ബഷീർ സാഹിബാണ്. പൊന്നാനിയിൽ ശ്രീ അബ്ദുസമദ് സമദാനി സാഹിബ്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ് സിറ്റിംഗ് MP ആണ്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നു. ഇനിയിപ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളും വിജയത്തിന് വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാ
മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ലീഗിന് രാജ്യസഭാ സീറ്റ് എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന്. പക്ഷേ രാജ്യസഭാ സീറ്റിലെ സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യം പിന്നീട് ഒഴിവ് വരുന്ന ആ സമയത്തെ ലീഗ് തീരുമാനിക്കുകയുള്ളൂ. ആദ്യം സതീശന്റെ വാക്കുകളിലേക്ക്. UDFന്റെ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാം പൂർത്തിയായി. ആ ചർച്ചകളുടെ ഭാഗമായി 16 സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും. മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും. കൊല്ലത്ത് RSPയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫും മത്സരിക്കും. ഞങ്ങൾ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി തരണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു, അവർ അഭ്യർത്ഥിച്ചിരുന്നു. മൂന്നാമത്തെ സീറ്റിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പൂർണ്ണമായ അർഹത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രായോഗികമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടും. ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ മൂന്നാമത്തെ സീറ്റ് നിർബന്ധിക്കേണ്ട എന്ന് യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു. അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം. സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം, അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും. അതിനുശേഷം വരുന്ന പിന്നത്തെ സീറ്റ് അത് കോൺഗ്രസിന്. അങ്ങനെ ഒരു ധാരണയിലാണ് എത്തിയിരിക്കുന്നതെന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കുകയാണ്. അതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതും രണ്ടുപേരെയും മണ്ഡലം മാറ്റി മത്സരിപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യസഭാ സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യം ഒഴിവ് വരുന്ന ആ സമയത്തായിരിക്കും മുസ്ലിം ലീഗ് തീരുമാനിക്കുക. പക്ഷേ കോൺഗ്രസിൽ ഇതുവരെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. സ്ക്രീനിംഗ് കമ്മിറ്റി നാളെയാണ് ചേരാൻ പോകുന്നത്. അതിനുശേഷം നേതാക്കൾ ഹൈക്കമാൻഡിനെ കാണുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് പോകും. ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷമേ ആരായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എന്ന് തീരുമാനിക്കുകയുള്ളൂ. ഇപ്പോൾ ലീഗും RSPയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ CV അനുമോദുണ്ട് മലപ്പുറത്ത്. ഒപ്പം ഡാൻ കുര്യൻ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരുവനന്തപുരത്തു നിന്നും ചേരും. ആദ്യം അനുമോദ്, ഇതിപ്പോൾ രാജ്യസഭാ സീറ്റ് എന്ന ഉറപ്പിൽ ലീഗ് വഴങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് സമദാനിയും ETയും മണ്ഡലം മാറി മത്സരിക്കുന്നു? ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി ലീഗ് നേതാക്കൾ നൽകിയോ? മഞ്ജുഷ, നമ്മൾ വാർത്താ സമ്മേളനത്തിൽ ആദ്യം ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി അതിൽ നിന്ന് കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം നമ്മൾ ലീഗ് നേതാക്കളുമായി സംസാരിച്ചു. ലീഗിൻ്റെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഇപ്പോൾ 2 MP മാരും, അതായത് സമദാനിയും ETയും, അവർ ഇപ്പോൾ ഉള്ളത് അവരുടെ മണ്ഡലത്തിലല്ല. ഇന്നിപ്പോൾ ഈ മണ്ഡലം മാറുന്നതോടെ ET മലപ്പുറം മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ താമസമുള്ളത്. അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കട്ടെ. സമദാനി കോട്ടക്കലാണ്, അത് പൊന്നാനി മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം അവിടെ മത്സരിക്കട്ടെ. അതൊരു അവരുടെ സൗകര്യത്തിന് വേണ്ടി അത്തരത്തിലൊരു നീക്കം നടത്തി എന്നാണ് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. പൊന്നാനിയിൽ ET 3 വട്ടം തന്നെ മത്സരിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനിയും അവിടെ അദ്ദേഹം മത്സരിക്കുന്നതിനോട് പ്രാദേശികമായിട്ടുള്ള ചില എതിർപ്പുകളുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതെല്ലാം കൂടി കണക്കിലെടുത്തായിരിക്കാം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടുള്ളത്. കാരണം അവിടെ ഉള്ള എതിർപ്പ് വോട്ട് കുറയാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മലപ്പുറത്ത് പിന്നെ ആശങ്കകളൊന്നും നിലവിൽ ലീഗിന് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. കാര്യം മലപ്പുറം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ്. പൊന്നാനി 77 മുതൽ ഈ ഒരു സമയം വരേക്ക് ലീഗിൻ്റെ അധീനതയിലാണുള്ളത്. ലീഗിൻ്റെ ഉരുക്കുകോട്ട തന്നെയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ വോട്ട് ഭൂരിപക്ഷം കുറയുന്നത് പോലും ലീഗിനെ സംബന്ധിച്ച് ചില തിരിച്ചടി എന്ന തരത്തിലേക്ക് വിലയിരുത്തലുണ്ടാകും. കാരണം KS ഹംസ ലീഗ് വിട്ടുപോയ ലീഗ് വിമതനാണ് മത്സരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ETക്ക് പകരം സമദാനിയെ പൊന്നാനിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ET മലപ്പുറത്ത് മത്സരിക്കുന്നത്. ഇതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ലീഗ് നേതൃത്വത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ ഒരു വിശദീകരണമായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഒരു ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് യൂത്ത് ലീഗിൻ്റെ ഒരു പ്രാതിനിധ്യവും യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ യൂത്ത് ലീഗ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവരെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി നേതൃത്വത്തെ കണ്ടിരുന്നു. പക്ഷേ മുതിർന്ന നേതാക്കൾ അതിനെ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും യൂത്ത് ലീഗിനെ ഇത്തവണ പാർലമെൻറ്റിലേക്ക് പരിഗണിക്കാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുമ്പോൾ അത് ലീഗിന് കിട്ടുന്ന ഉറപ്പായപ്പോൾ അതിലേക്കൊരു സാധ്യത യൂത്ത് ലീഗും കാണുന്നുണ്ട്. എന്താണെങ്കിലും UDFിലെ
കുറച്ച് ദിവസങ്ങളായി നിന്നിരുന്ന വലിയ ഒരു ആശങ്കയ്ക്കാണ് ഈ ഒരു ഒരു ആശ്വാസമായിരിക്കുകയാണ് എന്തായാലും ലീഗിന്റെ ഈ തീരുമാനം. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, പക്ഷേ ഇങ്ങനെ ഒരു ആശ്വാസം ഉണ്ടാകുമ്പോഴും ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിരിക്കുകയാണല്ലോ കോൺഗ്രസിന്. അടുത്ത രാജ്യസഭാ സീറ്റ് സ്വാഭാവികമായിട്ടും ഒരാളെ ജയിപ്പിച്ചെടുക്കുവാൻ UDF-ന് കഴിയും. അത് കോൺഗ്രസിനായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ ആ സീറ്റ് ഇപ്പോൾ വിട്ടുകൊടുക്കാനുള്ള തീരുമാനം അത് കോൺഗ്രസിൽ അതൊരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായുള്ളതാണോ? ലീഗ് അല്ലെങ്കിൽ വിട്ടുപോകാൻ പോലും സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൽ വിട്ടുവീഴ്ച വേണ്ടി വന്നതാണോ ഇപ്പോൾ? മഞ്ജുഷ്, അനിവാര്യമായ വിട്ടുവീഴ്ചയ്ക്കാണ് കോൺഗ്രസ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ലീഗിനെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, പൊതുപ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് 3ാം സീറ്റ് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ലീഗ് നേതൃത്വം രംഗത്തെത്തുന്നത്. അവിടെ 3ാം സീറ്റിന് ലീഗിന് അർഹതയുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം UDF ഒറ്റക്കെട്ടായി പറയുമ്പോഴും 3ാം സീറ്റ് കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ പ്രായോഗികമായിട്ടുള്ള സാഹചര്യമല്ല, രാഷ്ട്രീയ സാഹചര്യമല്ല നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഒരു മുറിവേൽപ്പിക്കാത്ത തരത്തിൽ, ലീഗിനെ പിണക്കാത്ത തരത്തിൽ നയപരമായ ഒരു ഇടപെടൽ, അതിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും തൊട്ടടുത്ത് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റാണ്, കോൺഗ്രസിന് വേണ്ടിയുള്ള സീറ്റാണ് ലീഗിന് നൽകുന്നത്. അതിനുശേഷം 2027 വീണ്ടും ഒഴിവ് വരുന്ന സീറ്റ് അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഏറെക്കുറെ ചർച്ചയിൽ ധാരണയായിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ കോൺഗ്രസിനെ സ്ഥാനാർത്ഥി നിർണയം പോലും നടത്തുന്നതിന് പ്രതിസന്ധിയായി നിന്ന ഒരു പ്രശ്നത്തിനാണ് ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് 16 സീറ്റുകളിൽ, കോൺഗ്രസിന്റെ സീറ്റുകളിൽ സിറ്റിംഗ് MP-മാർ തന്നെയാകുമോ മത്സരിക്കുന്നത് എന്ന കാര്യമാണ്. അതിൽ കൃത്യമായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും അതിനു മുൻപ് ലീഗിന്റെ 2 സ്ഥാനാർത്ഥികളും ന്യൂസ് 18-നുമായി സംസാരിക്കുകയുണ്ടായി. പൊന്നാനിയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് അബ്ദുൾ സമദ് സമദാനി. മലപ്പുറത്ത് അദ്ദേഹം തിളക്കമാർന്ന വിജയം നേടിയതാണ് കഴിഞ്ഞ തവണ. പക്ഷേ പൊന്നാനിയിൽ ET-ക്ക് ചിലപ്പോൾ ശക്തമായ മത്സരം നേരിടേണ്ടി വരും എന്ന വിലയിരുത്തലിലാണ് ET-യെ മലപ്പുറത്തേക്കും അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. ലീഗ് ഇക്കാര്യം പരസ്യമായി അംഗീകരിക്കില്ല എങ്കിൽ പോലും അബ്ദുൾ സമദ് സമദാനി പറയുന്നത് പൊന്നാനിയിൽ മലപ്പുറം ആവർത്തിക്കുമെന്നാണ്. ഒരു പ്രശ്നവും പൊന്നാനിയിൽ തനിക്ക് ഉണ്ടാവുകയില്ല എന്നും സമദാനി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനിയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അപ്പോൾ മലപ്പുറം പൊന്നാനിയിലേക്ക് മാറണം. ഈ മാറ്റത്തെ എങ്ങനെ കാണുന്നു? ആദ്യം എല്ലാ മാറ്റവും നല്ലത്. പ്രത്യേകിച്ച് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനം പ്രഖ്യാപിച്ചു. അതിൽ നന്മയല്ലാതെ ഒന്നുമില്ല. മുഴുവനും നന്മയാണ്, മുഴുവനും നല്ലതാണ്. എങ്ങനെയാണ് പൊന്നാനിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത്? പൊന്നാനിയിലെ സാഹചര്യം വളരെ വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ സാഹചര്യം, സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യം, ദേശീയ സാഹചര്യം, പിന്നെ പൊന്നാനിയിൽ നേരത്തെ തന്നെ UDF-ന് അനുകൂലമായിട്ടുള്ള സാഹചര്യം വളരെ വളരെ പ്രകടമാണ്. പോരാത്തതിന് എന്നെ സംബന്ധിച്ചും ഞാൻ പാർലമെന്റിനകത്തും പുറത്തും നിയോജകമണ്ഡലത്തിലൊക്കെ പ്രവർത്തിച്ചതിന്റെ ഒരു റെക്കോർഡ് ജനങ്ങളുടെ മുമ്പിലുണ്ട്, നാട്ടുകാരുടെ മുമ്പിലുണ്ട്. അതെന്റെ പ്രദേശം തന്നെയാണ്, എന്റെ നാടാണ്. പഴയ ലീഗ് നേതാവ് KS ഹംസയാണ് എതിർ സ്ഥാനാർത്ഥിയെ അതൊന്നും പ്രസക്തമായ കാര്യങ്ങളില്ല, അതിനോടൊന്നും പ്രതികരിക്കേണ്ടതില്ല. എന്ത് അതിർത്തി, എവിടെയത്? മുസ്ലിം ലീഗിന്റെ തീരുമാനം ഏറ്റവും നല്ല തീരുമാനം. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ത് പറയുന്നോ അത് മുത്താണ്, അത് ഏറ്റവും വലിയ വാക്കാണ്. UDF-ന്റെ ഉറച്ച പ്രദേശത്ത് എന്ത് കാര്യത്തിൽ എന്തിനാണ് ഭൂരിപക്ഷം കൂട്ടാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ എണ്ണി പറയേണ്ട കാര്യമില്ല. ജനങ്ങളുടെ മനസ്സാണ്, ജനമനസ്സ് വളരെ വലിയ തോതിൽ UDF-ന്റെ കൂടെയുണ്ട്. വളരെ വലിയ തിളക്കമുള്ള ഭൂരിപക്ഷമായിരിക്കും. ഭൂരിപക്ഷം കൂട്ടാൻ എന്നാണ് പ്രതീക്ഷ. കാരണം ജനങ്ങളുടെ തീരുമാനമാണ്. അതിനെക്കുറിച്ച് ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാടാണ് എക്കാലത്തും നമ്മൾ എടുത്തു പോന്നിട്ടുള്ളത്. ഈ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ധാരാളം ജനങ്ങളുടെ ET മുഹമ്മദ് ബഷീറും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറുന്നത് അത് ഭൂരിപക്ഷം കൂടുവാനേ ഇടയാവുകയുള്ളൂ എന്നാണ് ET മുഹമ്മദ് ബഷീർ പറയുന്നത്. വലിയ വിജയം മലപ്പുറത്ത് നേടാൻ കഴിയുമെന്ന് ET മുഹമ്മദ് ബഷീർ ന്യൂസ് 18 കേരളത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമ്മോടൊപ്പം ചേരുന്നു. ആദ്യ അഭിനന്ദനങ്ങൾ. പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്കുള്ള മാറ്റത്തെ എങ്ങനെ കാണുന്നു? നല്ലത് തന്നെ, ഒരു മാറ്റം ആവശ്യമാണ്. കാരണം രണ്ടുപേർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കൊരു പ്രത്യേക സന്തോഷമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ നാടാണ്. ഞാൻ ഒരുപാട് കാര്യം രാഷ്ട്രീയത്തിലുണ്ട്. എൻ്റെ നാട്ടിലെ ആളുകൾക്ക് എനിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം വരികയാണ്. എനിക്കും നാട്ടുകാരോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം വരികയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ കാലത്ത് പാർലമെൻറ്റിൽ
പ്രകടനം നടത്തിയതുപോലെ തന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട വിധത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി കൂടുതൽ സജീവമായിട്ട് വർക്ക് ചെയ്യും. നിങ്ങളെല്ലാം വളരെ സഹായിച്ച പത്രക്കാരാണ്. എല്ലാവരുടെയും മലപ്പുറത്തൊരു യുവ നേതാവാണ് അങ്ങേക്കെതിരെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. എങ്ങനെ കാണുന്നത്? അത് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഐഡിയോളജിയാണ് പ്രശ്നം. യുവാവാണോ അങ്ങനെയല്ല. UDFിൻ്റെ ഐഡിയോളജി ഉണ്ട്, LDFിൻ്റെ ഐഡിയോളജി. അത് വെച്ച് നോക്കുന്നത് UDFിൻ്റെ ഐഡിയോളജി വളരെ മഹത്തരമായൊരു സംഗതിയാണ്. അത് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ കൂടുതൽ ആവേശത്തോടുകൂടി ഞങ്ങൾ ജയിപ്പിക്കുമെന്ന പൂർണ്ണ ബോധ്യം. മണ്ഡലം മാറിയതിനെ കുറിച്ചുള്ള വോട്ടർമാർ ചോദിക്കുമ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? എന്തുകൊണ്ട് മണ്ഡലം? അത് ഓരോ പാർട്ടികളും നിങ്ങൾക്ക് അറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കാൻഡിഡേറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കാറുണ്ട്. തങ്ങൾ പറഞ്ഞതുപോലെ അത് ഓരോ പ്രയോജനവും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എക്സ്പീരിയൻസ് മറ്റു സ്ഥലത്ത് പോയി, അതൊക്കെ നല്ല, അതിൽ പ്രത്യേകതയൊന്നുമില്ല. മലപ്പുറത്ത് എല്ലാ തവണ റെക്കോർഡ് ഭൂരിപക്ഷം നേടുന്നതാണ് ലീഗിന്റെ ഒരു ചരിത്രം. ഇത്തവണ എന്താണ്? അങ്ങനെ ആയിരിക്കും തന്നെ ഞങ്ങളുടെ റെക്കോർഡായിരുന്നു. മലപ്പുറത്ത് പുതിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തോടെയാണ് ഏറ്റവും പ്രചരണം നടക്കുന്നത്. പാർട്ടികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ലീഗിന്റെ. അതേസമയത്ത് എന്തുകൊണ്ടാണ് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ഡലം മാറ്റി മത്സരിപ്പിക്കുന്നത് എന്ന ചോദ്യം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനോട് ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. സലാമിന്റെ വാക്കുകളിലേക്ക്. ലീഗിലെ MP-മാരുടെ മണ്ഡലം മാറിയത് മാത്രമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയുന്നത്. ബാക്കിയെല്ലാം കഴിഞ്ഞ തവണത്തെ അതേ സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റ് എന്ന കോൺഗ്രസിന്റെ ഉപാധി ലീഗ് അംഗീകരിച്ചു. നമ്മോടൊപ്പം ചേരുന്നത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PMA സലാം സാഹിബാണ്. അപ്പോൾ കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് എന്ന ഉപാധി സ്വീകരിച്ചു. ഒപ്പം പൊന്നാനിയും മലപ്പുറവും MP-മാർ പരസ്പരം മാറി മത്സരിക്കുന്നു. എന്താണ് ഈ മണ്ഡലം മാറുന്നതിൻ്റെ? അല്ല, പരമാവധി ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. UDFിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ പുറത്തു വരുമ്പോൾ നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി പ്രവർത്തന സൗകര്യവും പിന്നെ കൂടുതൽ വോട്ട് നേടാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള സാഹചര്യം നോക്കിയിട്ടാണ് പാർട്ടി തീരുമാനമെടുക്കുന്നത്. പൊന്നാനിയിലെ മുൻ ലീഗ് നേതാവാണ് ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി. അത് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാണെന്ന് കരുതുന്നുണ്ടോ? ഞങ്ങൾക്ക് ഏറെ സുഖകരമായൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ വിജയവും ഭൂരിപക്ഷ വർധനവും വളരെ എളുപ്പമാക്കിയ ഒരു തീരുമാനമാണ് LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരം ആളുകളെ സീറ്റിന് വേണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറുകയും ചിഹ്നം മാറുകയൊക്കെ ചെയ്യുന്ന ആളുകളെ മനസ്സിലാക്കാൻ ജനങ്ങൾക്കൊരു അവസരമാണ്. വിബുദ്ധരായ പൊന്നാനിയിലെ വോട്ടർമാർ ഈ കൂറുമാറ്റക്കാരെ തിരിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണം. അപ്പോൾ തനിക്കൊരു വെല്ലുവിളിയാകില്ല. മുസ്ലിം ലീഗിൻ്റെ ഒരു സീറ്റിലും ഇത് ഒരു വെല്ലുവിളിയില്ല. കൂടുതൽ സൗകര്യമൊക്കെ ചെയ്യാം, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായകമാണ്. ഈ രാജ്യസഭാ സീറ്റ് എന്നൊരു ഓഫർ അത് ലീഗിനെ സംബന്ധിച്ച് വളരെ സ്വീകാര്യമായി ഒന്നായിരുന്നു. അല്ല, ഈ മുന്നണി സംവിധാനമാകുമ്പോൾ പരമാവധി വിട്ടുവീഴ്ചകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഉണ്ടായത്. കോൺഗ്രസിൽ ഇനി സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്ന് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് ഒരു തീരുമാനമെടുക്കണം. അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡിലേക്ക് ചർച്ച നീളും. 3-ാം തീയതിയാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഡൽഹിയിലേക്ക് പോകുന്നത് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുന്നതിന്. ഇപ്പോൾ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശം പോലും വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ ചേരുകയാണ്. CPM-നെ നേരിടാൻ ജയസാധ്യത നോക്കാൻ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി നാളെയാണ്. ഡാൻ കുര്യൻ ചേരുകയാണ് വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, MP-മാർ എല്ലാവരും മത്സരിക്കട്ടെ, ഈ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റത്തിന് ഇപ്പോൾ സാധ്യതയുണ്ടെന്നാണോ പറയുന്നത്? നേരത്തെ കനകൊലുവിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു ചില MP-മാർ തോൽക്കാനും സാധ്യതയുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ CPM-ന്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക കണ്ടുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ടോ? ഏതെങ്കിലും MP-മാർക്ക് അവസരം കിട്ടാതിരിക്കുമോ? എന്താണ് കോൺഗ്രസിൽ നടക്കുന്നത്? മഞ്ജുഷ്, സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിനപ്പുറത്തേക്ക് അത്തരം ചർച്ചകൾ സജീവമായിരിക്കുന്നു കോൺഗ്രസിനുള്ളിൽ എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രസക്തമായിട്ടുള്ള കാര്യം. കാരണം ഹൈക്കമാൻഡ് തന്നെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സിറ്റിംഗ് MP-മാരോട് മുഴുവൻ മത്സരിക്കണമെന്ന നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്. പക്ഷേ അതിന് പിന്നാലെ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്ന തരത്തിലേക്ക് ചർച്ചകളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നതും. അവിടെ വടകര അടക്കമുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കണ്ണൂരിൽ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കണം രംഗത്തുണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഘട്ടത്തിൽ മാറി നിൽക്കുകയാണ്. ഇനി കണ്ണൂരിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞ K. സുധാകരൻ തന്നെ വീണ്ടും മത്സരിക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇടതുപക്ഷത്തിന്റെ പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തേക്ക് ഇറക്കിയത് തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും സിറ്റിംഗ് MP-മാർ എന്നതിനപ്പുറത്തേക്ക് ജയസാധ്യതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ടത് എന്നൊരു പൊതുവിരിയത്തിലേക്ക് നേതൃത്വം എത്തുന്നത്. എന്തായാലും
സമരാഗ്നിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നാളെ അവസാനിക്കുകയാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ചകളിലേക്ക് നേതൃത്വം കടക്കും. രണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണല്ലോ. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ വയനാട്, രണ്ട് ആലപ്പുഴ. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ കേരള നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുന്നു രാഹുൽ ഗാന്ധി എന്തായാലും വയനാട്ടിൽ മത്സരിക്കണമെന്ന്. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹമാണ്. പക്ഷേ ഈ ആലപ്പുഴയുടെ കാര്യത്തിൽ ഈ KC വേണുഗോപാൽ മത്സരിക്കണം എന്ന് പറയുമ്പോഴും ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടമാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ സീറ്റിൽ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയും കാണുന്നില്ല. KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് MP ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതും കണക്കിലെടുക്കുന്നില്ലേ വേണുഗോപാലിനെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ? മഞ്ജുഷ്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് തന്നെ വീണ്ടും ജനവിധി തേടണമെന്ന ആവശ്യം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മുമ്പോട്ട് വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ രാഷ്ട്രീയ ശത്രു CPM ആണ്. അതുകൊണ്ട് CPM-മായി ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഒരു സഖ്യം നിലനിൽക്കുന്നതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് മത്സരിപ്പിക്കുന്നതിന് മാറ്റി നിർത്തിയാൽ BJPക്ക് അതൊരു പ്രചാരണ ആയുധമായി മാറും. അതായത് CPM-ഉം കോൺഗ്രസും ഒന്നിച്ചാണ് നിൽക്കുന്നത് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് അത് വഴിവെക്കും. അത് സംസ്ഥാനത്ത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് KPCC നേതൃത്വം തന്നെ ഹൈക്കമാൻഡിനെ ഇക്കാര്യം വ്യക്തമായി അറിയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കണമെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ അറിയിക്കുന്നത്, അത്തരം വിയോജിപ്പുകൾ പ്രകടമാക്കുന്നത് ദേശീയ നേതാക്കളാണ്. അവരിൽ ഒരു വിഭാഗമാണ് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ അത് ദോഷകരമായി ബാധിക്കുമെന്ന്. എന്തായാലും ഈ രണ്ട് ആശയ തർക്കങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നതിനിടയിലാണ് KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും അടക്കം ഹൈക്കമാൻഡ് നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അവിടെ നടക്കുന്ന ചർച്ചയിലായിരിക്കും അന്തിമമായ തീരുമാനമുണ്ടാകുക. എന്തായാലും ഈ വയനാട്ടിന്റെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം ആലപ്പുഴയിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിലും നിർണായകമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും KC വേണുഗോപാലിന് അനുകൂലമായിട്ടായിരുന്നു, അല്ലെങ്കിൽ KC വേണുഗോപാൽ തന്നെ മത്സരിക്കുമെന്ന തരത്തിലായിരുന്നു ചർച്ചകൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ മാറിയേക്കാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തുവരുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് തലമായി കേരള നേതാക്കൾ നടത്തുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നിർണായകമായ തീരുമാനമുണ്ടാകുക. കോൺഗ്രസ് ആണ് കാര്യങ്ങൾ മാറിമറിയാം. അതുകൊണ്ട് ഇപ്പോൾ കൃത്യമായ പേരുകൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ശരിയാണ്, MP-മാർ എല്ലാവരും മത്സരിക്കും എന്നതിലേക്ക് ചില മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും മാർച്ച് 3-ന് നേതാക്കൾ ഡൽഹിയിലേക്ക് പോയതിനു ശേഷം കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുവാൻ കഴിയും എന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാം. അടുത്തത് BJP-യിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക, ആദ്യഘട്ട പട്ടിക പോലും ഇതുവരെ എത്തിയിട്ടില്ല. ഇതിൽ ഏറ്റവും വലിയ അഭ്യൂഹം നിലനിൽക്കുന്നത് തിരുവനന്തപുരത്തെക്കുറിച്ച് തന്നെയാണ്. തിരുവനന്തപുരത്ത് നേരത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പിന്നീട് നടി ശോഭനയോട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു മത്സരിക്കാൻ. പക്ഷേ ശോഭന മത്സരിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ വിവരം. അത് ശശി തരൂർ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. നല്ല സൗഹൃദത്തിലാണ് ശോഭനയുമായിട്ട്, അതുകൊണ്ട് മത്സരിക്കില്ല എന്ന് ഫോണിൽ തന്നോട് ശോഭന അറിയിച്ചു എന്ന് ശശി തരൂരാണ് വെളിപ്പെടുത്തിയത്. ഇന്നലെയായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശോഭനയോട് തിരുവനന്തപുരത്ത് മത്സരിക്കണം എന്ന്, ശോഭന സ്ഥാനാർത്ഥിയായി വരണം എന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. പക്ഷേ ശോഭന തിരുവനന്തപുരത്ത് മത്സരിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ വിവരം. അത് തരൂർ തന്നെ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ വീണ്ടും രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് NDA യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. BDJS-ഉമായിട്ടാണ് പ്രധാനമായിട്ടും BJP ഇന്ന് ചർച്ച നടത്തുന്നത്. അത് സീറ്റ് വിഭജനത്തെ കുറിച്ചാണ്. 16 സീറ്റിൽ BJP-യും 4 സീറ്റിൽ BDJS-ഉമാണ് മത്സരിക്കുന്നത്. ഇത്തവണയും അതിൽ മാറ്റം വരികയില്ല. ആദ്യം ശോഭന എന്തുകൊണ്ട് തിരുവനന്തപുരത്തേക്കില്ല എന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു രഞ്ജിത്ത് രാമചന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞതാണ്, രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞ സമയത്ത് അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയല്ലേ പറഞ്ഞത് ശോഭന വരണമെന്നാണ് തൻ്റെ ആഗ്രഹം, ഇക്കാര്യം BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്, താൻ വ്യക്തിപരമായിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. പക്ഷേ ഇപ്പോൾ ഈ തരൂർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതോടുകൂടി ശോഭന എന്തായാലും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇല്ല, ഇക്കാര്യം ഉറപ്പിക്കാമോ? തീർച്ചയായും ചില ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളത് ഇന്നലെ സുരേഷ് ഗോപി സ്ഥിരീകരിച്ചിരുന്നു. സുരേഷ് ഗോപി ഇടപെട്ടാണ് ശോഭനയുമായി സംസാരിച്ചത്. BJP കേന്ദ്ര നേതൃത്വം ശോഭനയോട് ഇക്കാര്യം സംസാരിക്കാൻ സുരേഷ് ഗോപിയെ നിയോഗിച്ചിരുന്നു. തുടർന്ന് സുരേഷ് ഗോപി ശോഭനയോട് സംസാരിച്ചു. അവർ ആദ്യഘട്ടത്തിലൊന്നും അങ്ങനെ മത്സരിക്കുന്നില്ല എന്ന നിലപാട് വ്യക്തമാക്കിയില്ല. സുരേഷ് ഗോപി അതിന് പറഞ്ഞത്, സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ് എന്ന് തന്നെയാണെന്നും
സുരേഷ് ഗോപിക്കൊപ്പം ശോഭനയും കേരളത്തിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് ശോഭന വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസവും ഇന്നലെ സുരേഷ് ഗോപി പങ്കുവച്ചിരുന്നു. എന്നാലും അത്തരം നീക്കങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ 1-2 പരിപാടികളിൽ ശോഭന പങ്കെടുത്തത് നമ്മൾ ശ്രദ്ധേയമായിരുന്നു. BJPയുടെ ശോഭന അടുക്കുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയായിരുന്നു പ്രധാനമായും അതനുസരിച്ചായിരുന്നു ശോഭനയെ ഈ BJP സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് സജീവമായി പരിഗണിച്ചത്. ഒരുപക്ഷെ ശോഭന സമ്മതം മൂളിയിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ടിയിരുന്ന BJP സ്ഥാനാർത്ഥിയായി ശോഭന മാറുകയും ചെയ്തേനെ. ഇപ്പോൾ തരൂരിൻ്റെ പോസ്റ്റ് അനുസരിച്ച് നമ്മൾ BJP വൃത്തങ്ങളോട് ബന്ധപ്പെടുമ്പോഴും ഇപ്പോൾ ഏതാണ്ട് ശോഭന സമ്മതത്തിലല്ല മത്സരിക്കാൻ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം തരൂരിൻ്റെ പോസ്റ്റ് അനുസരിച്ച് തരൂര് ശോഭനയോട് സംസാരിച്ചിരുന്നു. അവർ തമ്മിൽ സൗഹൃദമുണ്ട്. അപ്പോൾ തരൂരിനെതിരെ മത്സരിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് ശോഭന സ്വീകരിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ആ ചർച്ചകൾ ഇപ്പോഴും സജീവമായി തുടരുന്നുണ്ട്. തലസ്ഥാനത്തെ BJP ക്യാമ്പുകളിൽ പോലും അത്തരം ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് താനും. ഏതായാലും നമുക്കറിയാം, BJPയുടെ ഒരു രീതി അനുസരിച്ച് കേഡർ പാർട്ടിയാണ്, കേന്ദ്രീകൃതമായ സംവിധാനമാണ്. സെൻട്രൽ നിന്നാണ് സ്വാഭാവിക ലിസ്റ്റുകൾ പുറത്തു വരേണ്ടത്. അത് നാളെയോ മറ്റന്നാളോ 29-നോ 1-നോ BJPയുടെ ലിസ്റ്റ്, ആദ്യഘട്ട ലിസ്റ്റ് പുറത്തു വരുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇന്നലെ നമ്മൾ അവിടെ കണ്ട മോദിയുടെ പരിപാടിക്ക് വന്ന BJP നേതാക്കളോടെല്ലാം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആരാഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് ആർക്കും ഒരു സൂചനയുമില്ല ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും ഒഴിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വളരെ ആർക്കും കൃത്യമായി ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരം. രാജീവ് ചന്ദ്രശേഖരന്റെ പേരുണ്ട്, നിർമ്മല സീതാരാമന്റെ പേരുണ്ട്, അങ്ങനെ നിരവധി പേരുകൾ തലസ്ഥാനത്ത് പ്രചരിക്കുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി തലസ്ഥാനത്ത് വരുമോ എന്ന കാര്യത്തിലും ചില വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും സംസ്ഥാന പ്രസിഡന്റിന് അടക്കമുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ പോലും കൃത്യമായ ഒരു ലിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സൂചനകളില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ നേരത്തെ അരുൺ അതിന്റെ വിശദാംശങ്ങൾ നൽകും. പ്രധാനപ്പെട്ട യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. NDAയുടെ യോഗമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതിൽ BDJSുമായിട്ടാണ് പ്രധാനമായിട്ടും ചർച്ച നടക്കുന്നത്. അരുൺ ചേരുകയാണ്. VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന്. അരുണിന് എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് കൂട്ടിച്ചേർക്കുവാനുണ്ടോ? എന്തെങ്കിലും ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും വിവരമുണ്ടോ? ഇപ്പോൾ നടക്കുന്ന ചർച്ച BDJSുമായിട്ടാണല്ലോ. അതിൽ 16-4 എന്ന കാര്യത്തിൽ അതിലൊരു മാറ്റവും ഉണ്ടാകില്ലല്ലോ. അതിൽ മാറ്റമുണ്ടാകാനിടയില്ല. 4 സീറ്റ് തന്നെയാകും ഇത്തവണ BDS നൽകുക. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ മത്സരിക്കാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം BJPയുടെ സ്ഥാനാർത്ഥി ആരാധന ചൊല്ലിയുള്ള അഭ്യൂഹങ്ങളുള്ളത്. നിർമ്മലാ സീതാരാമന്റെ പേര് കഴിഞ്ഞ ദിവസവും പറഞ്ഞു കേട്ടിരുന്നു. ഒരു സർവേയിൽ നിർമ്മലാ സീതാരാമൻ തരൂരിനോട് ഏറ്റുമുട്ടാനും വിജയിക്കാനും സാധ്യതയുള്ള സ്ഥാനാർത്ഥി, പ്രത്യേകിച്ചും തീരദേശ മേഖലകളിലൊക്കെ നേരത്തെ വന്നുപോയപ്പോൾ നിർമ്മലാ സീതാരാമന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. തിരുവനന്തപുരം നിരന്തര പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ നിർമ്മലാ സീതാരാമൻ സ്ഥാനാർത്ഥി അയക്കാമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചേക്കും എന്നാണ് BJP കേന്ദ്രങ്ങൾ ലഭിക്കുന്ന സൂചനകൾ. 2 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക BJP കേന്ദ്ര നേതൃത്വം പുറത്തുവിടാനും സാധ്യതയുണ്ട്. നാളെയോ മറ്റന്നാളോ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും. അതിൽ പ്രധാനമായും തിരുവനന്തപുരവും ആറ്റിങ്ങലിൽ V മുരളീധരൻ, തൃശൂരിൽ സുരേഷ് ഗോപി അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ PC ജോർജ് അടക്കമുള്ള അങ്ങനെ പ്രധാനപ്പെട്ട BJP ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ 5-6 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയും നാളെയും മറ്റന്നാളുമായി പുറത്തുവരിക. NDAയുടെ നേതൃയോഗം ഇപ്പോൾ ചേരുന്നുണ്ട്. NDA സ്വാഭാവികമായി 2 പാർട്ടികളാണ് മത്സരിക്കുന്നത്. 16-4 എന്ന രീതിയിൽ തന്നെ അവർ മത്സരിക്കുകയും ചെയ്യും. ഈ ആദ്യഘട്ട പട്ടികയിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ അടക്കം സ്ഥാനാർത്ഥിത്വവും ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. 12:30ക്കാണ് NDAയുടെ നേതൃയോഗം ആരംഭിച്ചത്. ഇന്ന് അവസാനിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആരൊക്കെ മത്സരിക്കും, NDAയിലെ BDS അടക്കം ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിലൊക്കെ ഏകദേശ തീരുമാനമുണ്ടാകും. ശരി അരുൺ, എന്തായാലും ഏത് സമയത്ത് വേണമെങ്കിലും ഡൽഹിയിൽ നിന്ന് ആദ്യഘട്ട പട്ടിക പുറത്തു വരാം. തിരുവനന്തപുരത്തിന്റെ കാര്യത്തിലാണ് ഏറെ കൗതുകം ഉള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. നടൻ ദിലീപിന് ആശ്വാസമാവുകയാണ് ഇന്നത്തെ ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവ്. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം റദ്ദാക്കണം എന്ന ശക്തമായ ആവശ്യം ക്രൈംബ്രാഞ്ച് ഉന്നയിച്ചിരുന്നു. ദിലീപ് നേരത്തെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇക്കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നത്. വിചാരണ കോടതി ഈ ആവശ്യം തള്ളിയിരുന്നു. പക്ഷേ വിചാരണ കോടതിയുടെ ഈ ഉത്തരവ് ഹൈക്കോടതിയും ശരിവെച്ചിരിക്കുകയാണ്. ഇത് ദിലീപിന് വളരെയധികം ആശ്വാസമുണ്ടാക്കുന്നതാണ്. വിചാരണ അന്തിമ ഘട്ടത്തിലാണ്. അതിനാൽ തന്നെ ഇപ്പോൾ ജാമ്യം റദ്ദാക്കേണ്ട ഒരാവശ്യം ഇല്ല എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. പക്ഷേ പ്രോസിക്യൂഷന് അനുകൂലമായ ചില പരാമർശങ്ങളും ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. നേരത്തെ വിചാരണ കോടതിയിൽ നിന്ന് വന്ന ചില പരാമർശങ്ങൾ, വിധിന്യായത്തിൽ ഉണ്ടായിരുന്ന ചില പരാമർശങ്ങൾ പ്രോസിക്യൂഷന് എതിരായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഈ വിചാരണയെ ബാധിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകരുത് എന്നുള്ള കാര്യവും ഇന്ന് ഹൈക്കോടതി ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രോസിക്യൂഷനും അനുകൂലമാകുന്നുണ്ട്. ആദ്യം ആ റിപ്പോർട്ട് കാണാം.
നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം, ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. നടൻ ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതാണ്ട് 10ഓളം സാക്ഷികളെ ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ഫോണിലെ വിശദാംശങ്ങൾ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളുമെല്ലാമാണ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു, പ്രോസിക്യൂഷൻ സമീപിച്ചിരുന്നു. എന്നാൽ വിചാരണ കോടതി ഈ ആവശ്യം അംഗീകരിച്ചിരുന്നില്ല, ഈ ആവശ്യം തള്ളിയിരുന്നു. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ ആവശ്യം അംഗീകരിക്കണം, അതായത് ദിലീപിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി മുൻപാകെ ഉന്നയിക്കുകയും ചെയ്തത്. എന്നാൽ വിചാരണ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരമൊരു ആവശ്യത്തിൽ ഇടപെടാൻ കഴിയുകയില്ല. അതുമാത്രവുമല്ല, ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരാമർശങ്ങൾ യാതൊരു കാരണവശാലും അത് വിചാരണ കോടതിയുടെ നടപടികളെ സ്വാധീനിക്കുകയും ചെയ്യരുത് എന്ന നിർദ്ദേശവും നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ദിലീപിന് ജാമ്യാപേക്ഷ റദ്ദ് ചെയ്യണമെന്നൊരു ആവശ്യം തള്ളിയിരിക്കുന്നത്. ഇതിൽ 10ഓളം പേര് ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് കോടതി മുൻപാകെ ഉന്നയിക്കുകയും ചെയ്തത്. നേരത്തെ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഇത്തരമൊരു ആവശ്യം കടന്നു വരുമ്പോൾ തന്നെ ഹൈക്കോടതി വിചാരണ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അതിലിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിചാരണയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബോധിപ്പിക്കുകയും ഇപ്പോൾ വിചാരണയുടെ ഘട്ടങ്ങൾ ഹൈക്കോടതിയിൽ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ വിചാരണ നടപടികൾ വേഗത്തിൽ നടക്കട്ടെ, കൃത്യമായിട്ട് തന്നെ നടക്കട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിചാരണ നടപടികൾ നടക്കുന്നത്. 2 ഘട്ടങ്ങളിലായി സുപ്രീം കോടതി ഈ വിചാരണ ഘട്ടങ്ങളിൽ ഇടപെട്ടിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ സമയബന്ധിതമായി സുപ്രീം കോടതിയുടെ ഇടപെടൽ വഴി സമയബന്ധിതമായിട്ട് തന്നെ ഇപ്പോൾ വിചാരണ നടപടികളടക്കം പുരോഗമിക്കുകയും അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം തന്നെയും ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോഴെല്ലാം തന്നെ ഇത് ചർച്ചയായിരുന്നു. ഈ ഘട്ടത്തിൽ ദിലീപിൻ്റെ ജാമ്യം റദ്ദു ചെയ്യുന്നത് കൂടുതൽ സങ്കീർണതകൾക്കടക്കം ഇടവരും എന്നത് ഹൈക്കോടതി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദിലീപിൻ്റെ ജാമ്യം റദ്ദു ചെയ്യണമെന്നുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ ഭരണം കോൺഗ്രസിന് നഷ്ടമാകുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴുണ്ട്. ഇന്നലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിരുന്നു കോൺഗ്രസിന്. അവിടെ 6 MLA-മാരാണ് ക്രോസ് വോട്ടിംഗ് നടത്തിയത്. അതിന് പിന്നാലെയാണ് വിക്രമാദിത്യ സിംഗ് രാജിവെച്ചത്. മന്ത്രിസഭയിൽ നിന്ന് വിക്രമാദിത്യ സിംഗ് രാജിവെച്ചതോടുകൂടി കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ. വിശ്വാസ വോട്ടെടുപ്പ് നടത്തണം എന്നുള്ള കാര്യം BJP ആവശ്യപ്പെട്ട് കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഇതിനകം തന്നെ ഗവർണറെ കണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഹിമാചൽ പ്രദേശിൽ വിശ്വാസ വോട്ടെടുപ്പ് തേടേണ്ട ഒരാവശ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ MLA-മാരെ കൂടെ നിർത്തുവാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത്. DK ശിവകുമാറും ഹൂഡയും ഹിമാചലിലേക്ക്, ഭൂപീന്ദർ സിംഗ് ഹൂഡയും ഹിമാചൽ പ്രദേശിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഹിമാചൽ പ്രദേശിലേക്ക് വന്നിരിക്കുന്നത്. വിക്രമാദിത്യ സിംഗ് രാജിവെച്ചത് വലിയ തിരിച്ചടിയാവുകയാണ്. മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത് വലിയ തിരിച്ചടിയായി മാറുകയാണ്. അങ്ങനെ 2 പ്രശ്നങ്ങളാണ് അവിടെ ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. MLA-മാർ ക്രോസ് വോട്ടിംഗ് നടത്തി, അതിന് പിന്നാലെ വിക്രമാദിത്യ സിംഗിന്റെ രാജിയും. ER രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, 68 അംഗ നിയമസഭയാണ്. എന്തായാലും 35 MLA-മാരുടെ പിന്തുണ ആവശ്യമായിട്ട് വരും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് കഴിയുമോ കോൺഗ്രസിന്? ഇന്നലെ വോട്ട് ചെയ്തവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 34 ആണല്ലോ. മഞ്ജുഷ, നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേദിയാവുകയാണ് ഹിമാചൽ പ്രദേശ്. കാരണം കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണ് ഇന്നലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതായത് 40 MLA-മാർ ഉള്ള സ്ഥിതിക്ക് ഉറപ്പായും കോൺഗ്രസിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി അഭിഷേക് സിംഗ്വി വിജയിക്കേണ്ടതായിരുന്നു. പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ 34 പേരുടെ പിന്തുണ മാത്രം വന്നുകൊണ്ട് BJP സ്ഥാനാർത്ഥിക്കും തുല്യത പാലിക്കുകയാണ് ചെയ്തത്. പിന്നീട് നറുക്കെടുപ്പിലൂടെയാണ് ഈ പരാജയം ഉണ്ടായത്. പിന്നാലെ ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് വിക്രമാദിത്യ സിംഗിൻ്റെ രാജിയാണ്. അതായത് മുൻ മുഖ്യമന്ത്രി
വീരഭദ്ര സിംഗിന്റെ മകനും നിലവിൽ PCC പ്രസിഡന്റായ പ്രതിഭ സിംഗിന്റെ മകനുമാണ് വിക്രമാദിത്യ സിംഗ്. അപ്പോൾ വിക്രമാദിത്യ സിംഗ് സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. അതായത് MLA-മാരെ അപമാനിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നിലവിലെ പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡ് പരിഹാരം കാണണം. പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ് എന്നാണ് വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കുന്നത്. മറുവശത്ത് BJPയും ഇതൊരു അവസരമാക്കിക്കൊണ്ട് സർക്കാരിനെ താഴെയിറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. രാവിലെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം നിയമസഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബജറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബജറ്റിൽ ഡിവിഷൻ വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു. അത് സ്പീക്കർ അനുമതി നൽകിയില്ല. തുടർന്നുണ്ടായ ബഹളത്തിൽ ഇപ്പോൾ 14 BJP MLA-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ അടക്കം 15 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി ഇപ്പോൾ BJPയുടെ അംഗബലം 10 ആയിരിക്കുന്നു. അങ്ങനെ അടിക്ക് തിരിച്ചടി എന്നൊരു നീക്കം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഏതായാലും ഇനി ഈ വിക്രമാദിത്യ സിംഗിന്റെ നീക്കം എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മന്ത്രിസഭയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട അംഗം രാജിവെക്കുമ്പോൾ അത് മറ്റ് MLA-മാരെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള ഒരു വിമത നീക്കം, അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? മഞ്ജുഷ, അങ്ങനെ വേണം കരുതാൻ. കാരണം 2022-ൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി 2 പേരാണ് പ്രധാനമായും മത്സരരംഗത്ത് ഉണ്ടായത്. ഒന്ന് സുഖ്വീന്ദർ സിംഗ് സുഖു, മറ്റൊന്ന് പ്രതിഭ സിംഗ്. എന്നാൽ PCC അധ്യക്ഷയായ പ്രതിഭ സിംഗിനൊപ്പം നിൽക്കാതെ ഹൈക്കമാൻഡ് സുഖ്വീന്ദർ സിംഗ് മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് പലപ്പോഴായി ഈ 2 നേതാക്കളും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ MLA-മാർ മാറി വോട്ട് ചെയ്തിരിക്കുന്നു. അവർ ഉന്നയിച്ചിരിക്കുന്ന വാദവും വിക്രമാദിത്യ സിംഗ് പറയുന്ന കാര്യവും ഒരേ കാര്യം തന്നെയാണ്. അതായത് ഈ 6 MLA-മാർ ആവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയെ നീക്കണമെന്നായിരുന്നു. മാത്രവുമല്ല 26 MLA-മാർക്ക് സമാനമായ നിലപാടാണെന്ന് കൂടി അവർ പറയുകയും ചെയ്തിരുന്നു. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് വിക്രമാദിത്യ സിംഗ് ഏതായാലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരായ പ്രശ്നപരിഹാരത്തിനായി എത്തുന്ന DK ശിവകുമാറും ഒപ്പം തന്നെ ഭൂപീന്ദർ സിംഗ് ഹൂഡയും ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ നിർണായകമാകും. മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യത്തിന് അവർ വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത്. നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി രാജിവെക്കും, മുഖ്യമന്ത്രി മാറിക്കൊടുക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഓഫീസ് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അത്തരം വാർത്തകളിൽ അടിസ്ഥാനമില്ല എന്നാണ് ഇപ്പോൾ സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർണായക മണിക്കൂറുകളിലൂടെയാണ് ഹിമാചൽ രാഷ്ട്രീയം കടന്നുപോകുന്നത്. മഞ്ജുഷ്. ശരിയാണ് രാജേഷ്. എന്തായാലും ഈ ക്രൈസിസ് മാനേജ്മെന്റ് ടീമിന്, കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് ടീമിന് എന്ത് ചെയ്യുവാൻ കഴിയും ഹിമാചൽ പ്രദേശിൽ എന്നാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഹിമാചലിന്റെ ഭരണം കോൺഗ്രസിന് നഷ്ടമാകുമോ എന്ന സംശയം നിലനിൽക്കുകയാണ്. BJPയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് വിജയിക്കുമോ എന്നുകൂടി കാണേണ്ടതുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്ന് ചില വികസന പദ്ധതികൾ ഓൺലൈനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഹൈഡ്രജൻ ഇന്ധനത്തിലോടുന്ന ഇന്ത്യയിലെ ആദ്യ ഫെറി. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ വാർത്തയിലേക്ക്. ഹൈഡ്രജൻ ഇന്ധനത്തിലോടുന്ന രാജ്യത്തെ ആദ്യത്തെ കാറ്റമറൻ ഫെറി കൊച്ചിയിൽ പ്രധാനമന്ത്രി ഓൺലൈനായി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. തൂത്തുക്കുടിയിൽ നിന്നും ആയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്ത്യയുടെ ഭാവി ഇന്ധന സാങ്കേതികവിദ്യയിൽ നിർണായക ചുവടുവയ്പ്പെന്നാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ പൂർണ്ണമായും തദ്ദേശികമായി വികസിപ്പിച്ചെടുത്ത ഫെറിയാണിത്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇത് നിർമ്മിച്ചത്. ഹൈഡ്രജൻ ഇന്ധനം മാത്രം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഫെറി വികസിപ്പിച്ചിട്ടുള്ളത്. 2070 ഇന്ത്യയിലെ ഹരിതഗൃഹവാതകങ്ങൾ മൂലമുള്ള മലിനീകരണം ഇല്ലാതാക്കാനുള്ള കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായാണ് ഫെറിയുടെ നിർമ്മാണം. മാരിടൈം ഇന്ധനമായി ഹൈഡ്രജനെ സ്വീകരിക്കാനുള്ള പരിശ്രമങ്ങളുടെ കൂടി ഭാഗമാണ് ഇത്. ശബ്ദമില്ലാതെ ഓടുന്ന ഈ ഫെറി മലിനവാതകങ്ങളൊന്നും പുറന്തള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ മലിനീകരണത്തിന്റെ തോത് വളരെ കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഊർജ്ജ ഉപയോഗവും കാര്യക്ഷമമാണ്. ഫലത്തിൽ ആഗോള താപനത്തിന് ആഘാതം കുറയ്ക്കുന്നതിനും ഇത് ഈ പ്രവർത്തന രീതി സഹായിക്കുമെന്നാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പ്രതീക്ഷ. ഏറ്റവും വേഗത്തിൽ സമുദ്ര ഗതാഗത രംഗത്ത് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലൂടെ ഈ പദ്ധതി ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഒരു മത്സരാധിഷ്ഠിത മുൻതൂക്കം നൽകുമെന്നാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പ്രതീക്ഷ. വരും കാലങ്ങളിൽ മലിനീകരണ തോത് പൂർണ്ണമായും കുറയ്ക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായി കൂടി 2070 ഇന്ത്യ ലക്ഷ്യമിടുന്ന നെറ്റ് സീറോ പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ കൊച്ചിയിൽ കാറ്റമറൻ ഫെറി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ ഡെവലപ്മെന്റ്സും നിർമ്മാണവും ഇപ്പോൾ അതിന് മുൻതൂക്കം നൽകിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്.
മൂന്നാറിൽ കഴിഞ്ഞ ദിവസമാണ് ഓട്ടോ ഡ്രൈവറെ കാട്ടാന കുത്തിക്കൊന്നത്. ഇതിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചു എങ്കിൽ പോലും വന്യജീവി ആക്രമണങ്ങൾ തടയാൻ നടപടിയെടുക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് പ്രധാനമായിട്ടും നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് എംപിയും ഈ പ്രതിഷേധത്തിൽ പങ്കാളിയാണ്. അദ്ദേഹം നിരാഹാര സമരം ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ സമരം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ പ്രിൻസ് ചേരുകയാണ്. പ്രിൻസ്, എന്താണ് ഇന്നത്തെ സമരത്തിന്റെ ഒരു രൂപം? ഡീൻ ഇപ്പോഴും നിരാഹാരം നടത്തുന്നുണ്ടോ? മഞ്ജുഷ്, ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് മൂന്നാറിൽ നടത്തുന്ന നിരാഹാര സമരം തുടരുന്നു. നിലവിൽ ഇടുക്കിയിലെ പ്രത്യേകിച്ച് മൂന്നാർ മേഖലയിലെ കാട്ടാന ആക്രമണം അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം, കൃത്യമായ ഒരു പരിഹാരം പ്രദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് എം പി. നിലവിൽ എം പി ആവശ്യപ്പെട്ടിരിക്കുന്നത്, അവിടെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് കാരണങ്ങൾ പ്രധാനമായും ആക്രമണം നടത്തിയ കൊലയാളിയായ കാട്ടാനയെ ഈ പ്രദേശത്ത് പിടിച്ചു മാറ്റണം. ഒപ്പം ഇടുക്കിക്ക് അനുവദിച്ചിരിക്കുന്ന പ്രത്യേക സ്പെഷ്യൽ ആറാട്ട് ടീമിന്റെ പ്രവർത്തനം ഉടൻ തന്നെ ഇടുക്കിയിൽ ആരംഭിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും മുൻപോട്ട് വയ്ക്കുന്നത്. അനുസരിച്ചുള്ള സമരമാണ് തുടരുന്നത്. എന്തായാലും കഴിഞ്ഞ 2 മാസത്തിനിടെ ഇടുക്കിയിൽ 4 പേർ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മൂന്നാറിൽ 2 പേരും ചിന്നക്കാനിൽ 2 പേര് കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയിൽ കൂടിയാണ് ജനങ്ങൾ. പ്രത്യേകിച്ചും ജനവാസ മേഖലയിലും തോട്ട മേഖലയിലുമൊക്കെ കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാന്മാരും സ്ഥിരം സാന്നിധ്യമാകുന്ന പകൽ സമയത്ത് പോലും സാന്നിധ്യമാകുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയിൽ കൂടിയാണ് ഇടുക്കിയിലെ ജനങ്ങൾ. ശരി പ്രിൻസ്. ഡീൻ കുര്യാക്കോസ് എംപിയുടെ നിരാഹാര സമരം ഇപ്പോഴും തുടരുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണം അത് കൊലപാതകമാണ് എന്ന് ബന്ധുക്കൾ ഇപ്പോൾ പറയുകയാണ്. ആൾക്കൂട്ട വിചാരണയും റാഗിങ്ങും നേരിട്ടതാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ SFIക്കാരാണ് ഈ കേസിൽ ആരോപണ വിധേയർ. ഈ കോളേജിലെ SFIയുടെ സ്റ്റുഡൻസ് യൂണിയൻ അവർ കൂടി ഇതിൽ പങ്കാളികളാണ് എന്ന കാര്യം പുറത്തു വന്നിരുന്നു. വിദ്യാർത്ഥികളെ പിടിക്കുന്നതിന് വേണ്ടി പോലീസ് വീടുകളിൽ ചെന്നുവെങ്കിലും അവർ ഒളിവിലാണ്, അതുകൊണ്ട് പിടിക്കാൻ പറ്റിയില്ല എന്നാണ് പോലീസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ SFIക്കാരെ രക്ഷിക്കുവാനുള്ള പോലീസ് നാടകമാണ് എന്ന ആരോപണവും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. CPMനെ കണ്ടാണ് SFI പഠിക്കുന്നത്, അതാണ് പൂക്കോട് കണ്ടത് എന്നും സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുമുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പ്രതിപക്ഷവും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിൻസ് ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ജിൻസ്, ഇപ്പോൾ ഇതൊരു വലിയ വാർത്തയായി മാറിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഇതൊരു ആത്മഹത്യയാണ് എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. പക്ഷേ ഇത് ക്രൂരമായ മർദ്ദനത്തിന് സിദ്ധാർത്ഥ് ഇരയായിരുന്നു എന്ന കാര്യം വ്യക്തമാവുകയല്ലേ? തീർച്ചയായും മഞ്ജുഷ്, കഴിഞ്ഞ 18-ാം തീയതിയായിരുന്നു ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാല 2ാം വർഷ BVSC വിദ്യാർത്ഥിയും അതുപോലെ തന്നെ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയുമായ JS സിദ്ധാർത്ഥ് ഈ ക്യാമ്പസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം ആത്മഹത്യയാണെന്ന് പറയുമെങ്കിലും വീട്ടുകാർ ഇതൊരു കൊലപാതകമാണെന്ന് തന്നെ തർപ്പിച്ച് പറയുകയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ വലിയ പ്രതിഷേധം വ്യാപകമാകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. SFI യൂണിറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ള പ്രതികളെ ഈ പോലീസും അതുപോലെ തന്നെ കോളേജ് അധികൃതരും സംരക്ഷിക്കുകയാണെന്ന ആരോപണമാണ് നിലവിൽ വരുന്നത്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയുണ്ടായി. ഈ മരിക്കുന്നതിന് മുൻപ് തന്നെ ഈ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ മൃതദേഹത്തിൽ മർദ്ദനമേറ്റതിന്റെ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കുരുക്കുമുറുകിയ ഭാഗത്ത് അസാധാരണമായ മുറിവുകളും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതികളെ 10 ദിവസമായിട്ടും പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധമാണ് നിലവിൽ പോലീസ് എന്താണ് ഇക്കാര്യത്തെ കുറിച്ച് പറയുന്നത്? ഇത് ആൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റാഗിംഗ് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല സിദ്ധാർത്ഥ് തിരുവനന്തപുരം നെടുമങ്ങാടിലാണ് സിദ്ധാർത്ഥിന്റെ വീട്. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കൊച്ചിയിലെത്തിയപ്പോൾ ഈ സ്റ്റുഡൻസ് യൂണിയനിൽപ്പെട്ട ആരോ സിദ്ധാർത്ഥിനെ തിരിച്ച് ക്യാമ്പസിലേക്ക് വിളിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. പിന്നീട് മർദ്ദനമേറ്റു, കസേരയിൽ ഇരുത്തി മർദ്ദിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം പോലീസിന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഈ കൃത്യങ്ങൾ ചെയ്ത ആളുകളെ പോലീസ് പിടിക്കുന്നില്ല? ഇതിനെന്ത് മറുപടി നൽകുന്നുണ്ട്? അവരുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടോ? ആരുടെയെങ്കിലും പേരിൽ? നിലവിൽ ഈ കോളേജ് 12 വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. SFI യൂണിറ്റ് സെക്രട്ടറി അമൽഖാൻ, അതുപോലെ തന്നെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, പിന്നെ യൂണിയൻ അംഗമായിട്ടുള്ള ആസിഫ് ഖാൻ എന്നിവരുൾപ്പെടുന്ന 12 പേരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇവരെ പ്രതിപട്ടികയിലും നിലവിൽ ഈ ഈ പോലീസ് ചേർത്തിട്ടുണ്ട്. നിലവിൽ ഇവരെല്ലാം ഒളിവിലാണ്. 24 വൈകിട്ട് വരെ ഈ പ്രതികളിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ക്യാമ്പസിലുണ്ടായിരുന്നു. ഈ പ്രതികൾക്ക് ഒളിവിൽ പോകാനുള്ള സൗകര്യം ഒരുക്കിയതിനു ശേഷമാണ് ഈ പോലീസ്
അന്വേഷണം ഊർജിതമാക്കി എന്നുള്ളതാണ് നിലവിൽ വിദ്യാർത്ഥികൾ പറയുന്നത്. ആദ്യമായി ഈ സംഭവം ഉണ്ടാകുന്നത് മുതൽ ബന്ധുക്കളും പോലീസിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിന് കാര്യക്ഷമമായിട്ടുള്ള നടപടിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ ഈ ബന്ധുക്കളും പറയുന്നത്. മകനെ തൂക്കി കൊന്നതാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ വലിയ രീതിയിലുള്ള ആരോപണമായി ഉയരുന്നത്. എന്തായാലും നിലവിൽ വലിയ പ്രതിഷേധമാണ് നിലവിൽ ഉയരുന്നത്. മഞ്ജുഷ്, ശരി, പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി, അദ്ദേഹം തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ്. ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്കും അത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്, അതോടൊപ്പം റാഗിങ്ങിനും വിധേയനായി ആത്മഹത്യ ചെയ്തതാണെന്നായിരുന്നു ആദ്യ നിഗമനം. പക്ഷേ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് ബന്ധുക്കൾ പറയുകയാണ്. പോലീസ് എസ് എഫ് ഐക്കാരാണ് ഇക്കാര്യത്തിൽ, അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിൽ ആരോപണ വിധേയരാണ്. ഇവരെ തേടി വീടുകളിൽ പോയെങ്കിലും ഒളിവിലാണെന്നുള്ള വിവരമാണ് കിട്ടിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ വിഷയം വലിയ ഒരു വാർത്തയായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ നടപടി വേണം എന്ന ആവശ്യം ശക്തമായി ഉയരുന്നുമുണ്ട്. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. SFIക്കാരെ മനഃപൂർവ്വം പോലീസ് സംരക്ഷിക്കുകയാണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇതിന് മറുപടി പറയേണ്ടത് പോലീസ് തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഗഗൻയാൻ ദൗത്യ സംഘത്തിലെ മലയാളിയാണ് പ്രശാന്ത് നായർ. പ്രശാന്ത് നായർ നടി ലെനയെ കഴിഞ്ഞ ദിവസം വിവാഹം കഴിച്ചിരുന്നു. ജനുവരി 17-നായിരുന്നു ആ വിവാഹം. ഈ വിവാഹത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളും കുടുംബ സുഹൃത്തുക്കളുമാണ് ബാംഗ്ലൂരിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്തത്. രഹസ്യമായി നടത്തേണ്ട ഒന്നായിരുന്നു. കാരണം അദ്ദേഹം ഇത്തരമൊരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലെനയുമായി വിവാഹം നടന്നു എന്നുള്ള കാര്യം പുറത്തു വരാതിരുന്നത്. ഇന്നലെ ലെന തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തങ്ങളുടേത് അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നുവെന്നും ലെന പറഞ്ഞിരുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. BJP നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വധശിക്ഷയ്ക്കെതിരായ പ്രതികളുടെ അപ്പീലിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. 1 മുതൽ 4 വരെയുള്ള പ്രതികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതികളുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവെക്കേണ്ടതുണ്ട്. ഹർജി മാർച്ച് 13-നാണ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരം വർക്കല ഇടവയിൽ തെരുവു നായ്ക്കളോട് ക്രൂരത. നായ്ക്കളുടെ കൈകാലുകൾ കെട്ടിയ ശേഷം ടാറിൽ മുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അവശ നിലയിൽ ഈ നായ്ക്കളെ കണ്ടെത്തിയത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. മൃഗസ്നേഹിയായ റഷ്യൻ വനിത പോളിനെയും സഹായിയും എത്തിയാണ് നായയെ മൃഗഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയത്. ഈ നായയെ കണ്ടതിന് 200 മീറ്റർ അകലെയായി കൈകാലുകൾ കെട്ടി ടാറിൽ മുക്കിയ ശേഷം മരത്തിൽ കെട്ടിയിട്ട നിലയിൽ മറ്റൊരു നായയെയും നാട്ടുകാർ കണ്ടെത്തി. ഇതിനെയും പോളിനയുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകി. സംഭവത്തെക്കുറിച്ച് അയിരൂർ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പോളണ്ടുകാരിയായ പോളിന. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ കോച്ചിനുള്ളിൽ പുക ഉയർന്നത് പരിഭ്രാന്തി ഉണ്ടാക്കി. C5 കോച്ചിലാണ് ആലുവയ്ക്കും കളമശ്ശേരിക്കും ഇടയിൽ പുക പടർന്നത്. തുടർന്ന് യാത്രക്കാരെ ഒഴിപ്പിക്കുകയായിരുന്നു. പരിശോധനയിൽ യാത്രക്കാരൻ പുക വലിച്ചതാണ് കാരണമെന്നാണ് കണ്ടെത്തിയത്. സ്മോക്ക് ഡിറ്റക്ഷൻ സംവിധാനം പ്രവർത്തിച്ചതോടെയാണ് കോച്ചിനുള്ളിൽ പുക പടർന്നതും ട്രെയിൻ നിർത്തിയതും. പുക വലിച്ച യാത്രക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷം ട്രെയിൻ യാത്ര തുടർന്നു. തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിയ സമ്മാനങ്ങളിൽ വിശിഷ്ടമായ ഒരു പാരിതോഷികവും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ തന്നെ ശില്പമായിരുന്നു അത്. പക്ഷേ 5 മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ വലുപ്പം. തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിയും ശില്പിയുമായ ഗണേഷ് സുബ്രഹ്മണ്യമാണ് ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം ഇങ്ങനെയൊരു ശില്പം തയ്യാറാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹത്തിന് ലഭിച്ച നിരവധി സമ്മാനങ്ങൾ. അതിൽ ഒരു സമ്മാനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. 5 മില്ലിമീറ്റർ മാത്രമുള്ള നരേന്ദ്രമോദിയുടെ രൂപമാണ് അത് തയ്യാറാക്കിയ ശില്പി
ഗണേഷ് സുബ്രഹ്മണ്യം നമുക്കൊപ്പം ചേരുന്നു. എങ്ങനെയാണ് അത്രയും ചെറിയ ശില്പമുണ്ടാക്കിയത്? എന്താണ് അതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത ഇത് നേരിട്ട് കണ്ടാൽ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണാനുണ്ടാവില്ല. അത്രയും ചെറിയ സൃഷ്ടികളാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ലെൻസിലൂടെ നോക്കുമ്പോൾ ഒരു മുട്ടുസൂചിക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രതിമ. കാരണം അതിന്റെ സൈസ് കമ്പാരിസന് വേണ്ടിയിട്ടാണ്. ഇത് ഒരു നാനോ ക്രാഫ്റ്റ് എന്ന ആ ഒരു മേഖലയിലുള്ള ഒരു സൃഷ്ടിയാണ്. കാരണം കുറേ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള വളരെ ചെറിയ ശില്പങ്ങൾ സ്വർണ്ണത്തരിക്കകത്തൊക്കെ നിരവധി ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. കലാം സാറിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് മുമ്പൊക്കെ ഒരിക്കൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിജിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു സൃഷ്ടിയാണ് അദ്ദേഹം തൊഴുകൈകളോടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ. ഇത് ചെയ്തിരിക്കുന്നത് മാർബിൾ പേസ്റ്റൽ കളറും കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ലെൻസിലൂടെ നോക്കിയിട്ട് ഏറെ സമയമെടുത്ത് അദ്ദേഹം മുഖത്ത് വെച്ചിരിക്കുന്ന ധരിച്ചിരിക്കുന്ന കണ്ണടയൊക്കെ ഉൾപ്പെടെ ശരിക്കും പൂർണ്ണ എല്ലാവിധ പരമാവധി പെർഫെക്ഷൻ അതിനകത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ലെൻസിലൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അത് അദ്ദേഹത്തിന് സമ്മാനിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇന്ന് ഈ വേദിയിൽ അത് സാധിച്ചു എന്നുള്ളത് വളരെ വലിയ സന്തോഷമാണ്. എത്ര സമയമെടുക്കും ഈ ശില്പം ചെയ്യാൻ? ഇതിപ്പോൾ ഏതാണ്ട് ഒരു 2 മാസത്തോളം ഒരു പരിശ്രമം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കാര്യം ഇങ്ങനെയുള്ള ഒരു സൃഷ്ടികളൊക്കെയും നമുക്ക് വളരെ ചെറിയൊരു നിമിഷത്തെ അശ്രദ്ധ പോലും അത്രയും മാസങ്ങളോളം ഒരു ശ്രമം ഒറ്റ സെക്കൻഡ് കൊണ്ട് പാഴായി പോകും എന്നുള്ളതിന് ഒരു വലിയൊരു വെല്ലുവിളിയാണ്. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിന്റെ കോൺസെൻട്രേഷനും അത്രയും ക്ഷമയും വളരെ വലുതാണ്. അപ്പം അത്തരത്തിൽ വളരെയേറെ വെല്ലുവിളികൾ തരണം ചെയ്തുകൊണ്ടാണ് ഓരോ സൃഷ്ടികളും വിജയിപ്പിച്ചിട്ടുള്ളത്. ഇതിന് പിന്നിൽ അത്തരത്തിലുള്ള വലിയൊരു ശ്രമം തന്നെയുണ്ട്. നേരത്തെ ഇതുപോലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ രൂപം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധിജി, അങ്ങനെ നിരവധി മഹത് വ്യക്തികളുടെ രൂപങ്ങൾ. അബ്ദുൽ കലാമിന്റെ പ്രതിമയൊക്കെ ഒരു സൂചിക്കുഴയ്ക്കുള്ളിൽ നിൽക്കുന്ന വലിപ്പത്തിൽ, പെൻസിൽ മുനയിൽ നിൽക്കുന്ന വലിപ്പത്തിലൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ശില്പങ്ങളും അതുപോലെ പല ചരിത്ര സംഭവങ്ങളും തുടങ്ങി നിരവധി ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് BJP ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരമാണോ ഈ ശില്പം ചെയ്തു കൊടുത്തത്? ഞാൻ ചെയ്തതിന് ശേഷം അറിയിക്കുകയായിരുന്നു. കാര്യം നമ്മുടെ രാജ്യത്തിന്റെ ഒരു യശസ് ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആ ഒരു പ്രധാനമന്ത്രിയോടുള്ള ഒരു ആരാധന തന്നെയാണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം തോന്നിയത്. ചെയ്തിട്ട് ഞാൻ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് അദ്ദേഹത്തിന് അത് സമ്മാനിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. വളരെ നല്ല മനോഹരമായ സൃഷ്ടിയാണ്. അരുൺ പാലോടൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറാണ് ഇനി മത്സരിക്കാൻ പോവുക UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട്. LDF സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. യുവ നേതാവാണ് LDFന് വേണ്ടി മലപ്പുറം പിടിക്കാൻ ഇറങ്ങുന്നത്. DYFയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ V വസീഫ് ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം ന്യൂസ് 18 കേരളത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി V വസീഫ് ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ ഈ തെരഞ്ഞെടുപ്പിലെ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമാക്കാം. ഈ ലീഗിന്റെ പൊന്നാപുരം കോട്ടയിലേക്കാണ് കന്നി അംഗത്തിനായി പോകുന്നത്. എങ്ങനെയാണ് സാധ്യത? കേരളത്തിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് 20-20 സീറ്റും ഇടതുപക്ഷം ജയിക്കുമെന്നാണ്. കേരളത്തിൽ നിന്ന് പോയ MP-മാർ പോലും ഈ UDFന്റെ ഭാഗമായി പോയ MP-മാരൊന്നും തന്നെ ഈ സംഘപരിവാരത്തിന്റെ ഈ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം കൂടുക, പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് കരുത്താകും എന്ന് തന്നെയാണ് ഈ ജനം പ്രതീക്ഷിക്കുന്നത്. ആ കരുത്ത് ഈ കേരളത്തിലെ ഇടതുപക്ഷ MP-മാരെ വിജയിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകൂ എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഈ പണ്ടൊക്കെ സമസ്ത പോലുള്ള സംഘടനകൾ ലീഗിന് വോട്ട് ചെയ്യണമെന്ന് തീർത്ത് പറഞ്ഞിരുന്നവരാണ്. ഇപ്പോൾ വിശ്വാസികൾ അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാമെന്ന രീതിയിലേക്ക് മാറി. അതിനൊരു വലിയ മാറ്റമായി കാണുന്നു. നേരത്തെയൊക്കെ ഇടതുപക്ഷത്തെ അകറ്റി നിർത്താൻ അല്ലെങ്കിൽ അകറ്റി നിർത്തിയിരുന്ന വിഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഇടതുപക്ഷത്തെ സ്വീകരിക്കണം, ഇടതുപക്ഷം വിജയിക്കണം, ഇടതുപക്ഷ അംഗങ്ങളുടെ എണ്ണം പാർലമെന്റിനകത്ത് വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം എന്താ? നിലപാടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഈ നിലപാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ ഈ തെരഞ്ഞെടുപ്പിനെ കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2020 വിജയം ഇത്തവണ സംസ്ഥാനത്ത് LDF നേടും. അതിലൊരാൾ താനാവും എന്ന് തന്നെയാണ് വസീഫ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ലീഗിന്റെ ഉറച്ച കോട്ടയിലായ മലപ്പുറത്താണ് V വസീഫ് LDF സ്ഥാനാർത്ഥിയായി പോകുന്നത്. അദ്ദേഹവും ആത്മവിശ്വാസത്തിലാണ്. പകൽ വാർത്ത അവസാനിക്കുകയാണ്. അതിനു മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5730, പവന് 45,840. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4775, പവന് 38,200. വെള്ളി ഗ്രാമിന് 75, കിലോ 75,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോർട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും.